എന്താ? അത് നിന്നെ വിളിക്കാനോ? നിങ്ങൾക്കറിയില്ല എന്നെ സ്വയം എഴുന്നേക്കാറുണ്ടെന്ന്. ഇന്നലെ ഓ പ്ലീസ് ഡോണ്ട് മേക്ക് എ ഫസ് അബൌട്ട് ഇറ്റ്. എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് താല്പര്യമുണ്ടെങ്കിലോ? തനിക്കെന്നെ അറിയില്ല. ഒരൊറ്റ ചവിട്ടിന് തന്റെ ഫ്യൂച്ചർ ജനറേഷൻ ഞാൻ ഇല്ലാണ്ടാക്കികൾ. വേണോ? നീ എന്നെ എന്ത് ചെയ്താലും എനിക്കിപ്പോ ഇല്ല. Tell me, baby, how could I resist you when you're so sexy like this? Then how did you do it yesterday, Mr. Tejas? Oh, baby, I was just teasing you. നീ ഒഫൻഡ് ആവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ straight, we would get to the point. ആണോ? എന്നാലേ എന്നെ from here make me scream your name. Baby, why are you so fast? നമുക്ക് റൂമിന്ന് ചെയ്യാന്നേ. വേണ്ട, അവിടുന്ന് ഒരു ഫ്ലോ കിട്ടില്ല. So you forgive from yesterday? I did. Maybe. Okay then. Baby, എന്ത്? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട, എനിക്ക് കോളേജിൽ പോണം. നിങ്ങളുടെ ക്ലാസ് ഉള്ളതല്ലേ? What? Look, Mr. Tejas Vamshendra, Chitan Krishna, JK might forgive, but never forgets. But ഒരു ബട്ടുമില്ല പ്രൊഫസർ. താങ്കൾ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചാണോ? അപ്പൊ കാണും. oh baby, you don't know. ഇതുകൊണ്ടാണ് നീ എന്റെ ഭർത്താവായിരിക്കുന്നത്. So feisty. എടാ, നീ ഓക്കെ അല്ലേ? ഇന്നലെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരൂ. എടാ നിക്കി മോനെ, ഞാൻ ഓക്കെ തന്നെ. ചെറിയ തോതിലൊന്ന് ഷോക്കായി. പ്ലസ് ഈ മുറിവുകളും അത്രേ ഉള്ളൂ. ബാ, നമുക്ക് ചായ കുടിക്കാം. നെക്സ്റ്റ് പീരീഡ് എന്റെ തെണ്ടിക്കെട്ടുവന്റെ മൈരേ മതി. ബാ. തേജു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നുമുള്ള ഡിസ്കഷൻ ചിത്തു കേൾക്കുന്നത്. ഈ സാറിനെ എങ്ങനെയൊന്ന് വളക്ക് ഇടി. ഐ ഹാവ് എ പ്ലാൻ. ഞാൻ സാറിനോട് ലാസ്റ്റ് മിനിറ്റ് ഒരു ഡൗട്ട് ചോദിക്കും. അപ്പോൾ സാർ ക്യാബിനിൽ വരാൻ പറയും. പിന്നെ അവിടെ ചെന്ന് മെല്ലെ പരിചയപ്പെട്ട് വേണമെങ്കിൽ അവിടെ റിസീവ് ഹിം ഫ്രം ദേർ. ഇതൊക്കെ കേട്ട് കലി അടക്കി പിടിച്ച് നമ്മുടെ ചിത്തു. ക്ലാസ് കഴിയാൻ 1 മിനിറ്റ്. അപ്പോഴേക്കും So vocabulary, if we are using the American English, we should use identity and identity. So it should be T should be the silent, okay? Sir. പ്രൊഫസർ, എന്താ പറ്റി? എനിക്കൊരു ഡൗട്ട്. ചോദിക്കൂ. അത് Okay, Jaden, come to my cabin. Okay, sir. Oh my God. എന്തായിരുന്നു ഇവിടെ? എന്ത്? ക്ലാസ്സിൽ നീ ശ്രദ്ധിക്കുന്നൊന്നുമില്ലെന്ന് എനിക്കറിയാം. നിന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ നിന്റെ ഭർത്താവ്. കടുന്നല കുത്തിയ മുഖവുമായിട്ട് നീ ഇരുന്നത് എന്ത് പറ്റി? അത് ഏതോ പെണ്ണ് നിങ്ങളുടെ ക്യാബിനിലേക്ക് കയറി എന്തൊക്കെയാ ചെയ്യണമെന്ന് പറഞ്ഞു.
പറഞ്ഞപ്പോ എനിക്കത് ഇഷ്ടമായില്ല. so you're jealous? No, how can I was just protecting you. Why? Just വെറുതെ ദേ അടുത്തേക്ക് വരണ്ട കേട്ടോ. Keep your distance. I don't want to. They swear to God I'll punch on your face. I'm not stopping you, but I need one answer. Why would you protect me? Because you're my fucking husband. Right, baby. I'm your fucking husband. Now, ഇന്ന് നിനക്ക് ഹാഫ് ഡേ ആണ്. നമുക്കൊരു പാർട്ടിക്ക് പോകണം. ആരുടെ? എന്തിന്? ജെനി, എന്റെ സീനിയർ നമുക്ക്, അവളുടെ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ പാർട്ടിയാണ്. ഗ്രാജുവേഷൻ? അവളുടെ പ്രായത്ര? നെക്സ്റ്റ് ഇയർ 18 ആവും. സ്റ്റൈലിസ്റ്റിനെ വിളിക്കാം. അതിനു മുമ്പ് എന്താ? Sure, Professor, what are you doing? Don't do this to me like that. Oh no, don't touch me over there. Professor! Jitu, what the fuck? പോയോ? What was that, Jitu? പ്രൊഫസറെ, ചില പെൺപിള്ളേർക്ക് അടക്കാൻ പറ്റണ്ട. അപ്പോ അവർക്ക് ഇങ്ങനത്തെ കുറച്ച് ഡോസ് ഇട്ടാലേ അവരെന്നാ റെഡി ആവത്തുള്ളൂ. ജിതിൻ കൃഷ്ണ പണ്ടേ ഡോസ് ഇട്ട് കൊടുക്കാൻ പുലിയ. പോട്ടെ. Beautiful. My baby, you're looking so smoky. അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു? You're literally my type, my beauty, my wifey. മതി സോപ്പാക്കിയത്. നമുക്ക് പോവാം. വെൽക്കം മിസ്റ്റർ തേജസ്വംശി. അന്നത്തെ മാൾ ഇൻസിഡന്റിന് ശേഷം കണ്ടേയില്ല. അതിന് ഞാൻ ഷിഫ്റ്റ് ആവുന്നതിന് വേണ്ടി വർക്ക് ചെയ്യാം. അപ്പോ ബിസി ആയി പോയതാ. ഷിഫ്റ്റോ? നിങ്ങൾ മൂവ് ചെയ്യാണോ? ഞങ്ങളല്ല, ഞാൻ. പുതിയ ഹെഡ് ക്വാർട്ടേഴ്സ് ഓപ്പൺ ആവുകയാണ് സ്വിറ്റ്സർലാൻഡിൽ. അപ്പോ എനിക്ക് മൂവ് ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. അത് എന്നോട് പറയാതെ തെണ്ടി മനുഷ്യൻ. നമ്മൾ അറിയിച്ചവരൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, അനുഭവിക്കുന്നത് നമ്മളല്ലേ. തോന്നുമ്പോ ഇറങ്ങി പോവാ, തോന്നുമ്പോ കേറി വരാം. ഇതന്നെ സത്രവോ? അപ്പൊ ജിത്തു? ഞാൻ ആരുടെയും കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആരുടെയും കുടുംബത്തിന്റെ കീഴിലുമല്ല ഈ ജിതിൻ കൃഷ്ണ ജീവിക്കുന്നത്. പോവേണ്ടവർക്ക് പോവാം. എന്നും ജിതിൻ കൃഷ്ണ ഒറ്റയ്ക്ക് ജീവിച്ച ചരിത്രമേ ഉള്ളൂ. ജിത്തു, എടാ തേജസ്, നീ ഇതെന്ത് പണിയാ കാണിച്ചു വെച്ചത്? അവൻ നല്ലവണ്ണം നൊന്തിട്ടാ പോയത്. എത്രയെന്ന് വെച്ചിട്ടാ ആ ചെറുക്ക് സഹിക്കുക? തേജസ്, എനിക്കൊരു അനിയനുണ്ട്. അതറിഞ്ഞുകൊണ്ട് പറയുക. നിനക്ക് മാത്രല്ല, അവർക്കും വേദനിക്കും. അവർ പോവേണ്ട വഴിക്കങ്ങ് പോകുമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർ സഹിച്ചു പിടിക്കുന്ന വേദന അത് നമ്മൾ കണ്ടില്ല എന്ന് വെച്ചാൽ ദൈവം പോലും പൊറുക്കില്ല. ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ജിത്തു, നിന്റെ ഭർത്താവായി കാണാൻ തുടങ്ങുമ്പോഴേക്കും ബാക്ക് ടു സീറോ പോലെ പോവാനാണോ നിന്റെ പ്ലാൻ? അത് ശരൺ, നീ ഇപ്പൊ ചെല്ല. അവന് നിന്റെ ആവശ്യമുണ്ട്. മുത്ത്. ആരുടെ മുത്ത്? എന്തിന്റെ മുത്ത്? പോവല്ലേ? എന്തിനാ പിന്നെ എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യണേ? കൊതിപ്പിച്ച് പോവാനാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് പൊക്കൂടെ? വെറുതെ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി തകർക്കണോ? സത്യം പറയാതെ എന്നെ നിങ്ങളുടെ കാമം തീർക്കാനുള്ള വസ്തുവായത് കണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ ജിതിൻ കൃഷ്ണ, നിന്നെ ഞാൻ ജിതിൻ കൃഷ്ണ വംശയാക്കിയത് എന്റെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് നിന്നോട് ഭ്രാന്തുള്ളത് കൊണ്ടാണ്. അതെ, ഭ്രാന്തുള്ളത് കൊണ്ടാണോ താങ്കൾ സ്വിറ്റ്സർലൻഡിൽ എന്നെ ഒറ്റയ്ക്കാക്കി ഷിഫ്റ്റ് ആവുന്നത്? മനുഷ്യനായ പറഞ്ഞ വാക്കിന് വില വേണം. എവിടുന്ന്? നിന്നെയും കൂട്ടിയേ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പോകുന്നുള്ളൂ. തേജസ് എവിടെയുണ്ടോ അവിടെ ജിത്തിനും ഉണ്ടാവും. അവരോട് പറഞ്ഞ രീതി ഞാൻ ഇത്തിരി മാറ്റി എന്നേ ഉള്ളൂ. ഐ എം നോട്ട് കമ്മിങ് വിത്ത് യു എനിവർ. ഐ വിൽ മേക്ക് യു. തേജസ്, താൻ എന്റെ ഭർത്താവാണ്, അല്ലാതെ ഞാൻ നിന്റെ അടിമയല്ല. ഇത്രയും ദിവസം ഞാൻ സഹിച്ചു നിന്നത് എന്റെ സ്വാതന്ത്ര്യത്തെ എഫക്ട് ചെയ്യാത്ത കാര്യങ്ങളായതുകൊണ്ടാണ്.
അല്ലാതെ തനിക്ക് എന്റെ തലയിൽ കയറി നിനങ്ങളെ ലൈസൻസ് തന്നതുകൊണ്ടല്ല. മനസ്സിലാക്കിക്കോ. ബേബി ഐം സോറി. ഓക്കെ, ഞാനത് ദേഷ്യം വന്നത് കൊണ്ട് പറഞ്ഞതാ. ഐം സോറി. പ്ലീസ് കം വിത്ത് മീ ടു സ്വിറ്റ്സർലാൻഡ്. ഐ ഹാവ് ടു തിങ്ക്. ഇന്നലെ വരെ എന്റെ മനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ഇഷ്യൂ കാരണം ഞാൻ അഗൈൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, യുവർ വിഷ്. യു ജസ്റ്റ് കം വിത്ത് മീ നൗ. ഇവിടെ നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് ആരും കാണണ്ട. ആഹാ, ഇതാര് മിടിക്കപ്പെടുന്നു? ജുച്ചേട്ടനെ മിസ് ചെയ്തു. എത്ര വട്ടം കോൾ ചെയ്തെന്നറിയോ? ഇവളേതാ? ഇവളെന്നെ ഇയാളുമായിട്ട് ഇങ്ങനെ അടുത്തിരിക്കുന്നേ? ഇത് ജെന്നി, നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്വന്തം അഡോപ്റ്റഡ് സിസ്റ്റർ. അതിന് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ജീവൻ, വിൻസ്റ്റന്റെ ഫിയാൻസെ, പ്രൊഫഷണൽ കൊറിയോഗ്രാഫറാണ്. എനിക്കങ്ങനെ തേജസിനെ അറിയാം, നിന്നെയും അറിയാം. ജിതിൻ കൃഷ്ണയല്ലേ? പക്ഷെ ഈ വിൻസ്റ്റൺ ആരാ? അയ്യോ, വിൻസ്റ്റനെ അറിയില്ലേ? ഇല്ല. വിശാൽ? നോ. അക്ഷരേട്ടനെങ്കിലും അറിയോ? അതറിഞ്ഞില്ലേ ഈ ചെറുക്കന്റെ തല ഞാൻ ഇടിക്കും. അതൊന്നും എനിക്ക് കാണണമല്ലോ അക്ഷത്തെ. തമാശ പറഞ്ഞതാണേ, നീ ഒന്ന് ക്ഷമിക്കെന്റെ വംശി. നീ നിന്റെ ചെക്കനെ കയ്യിൽ തന്നെ വെച്ചു. ബേബി, ഇവരാണ് എന്റെ ഫ്രണ്ട്സ്, വിൻസ്റ്റൺ ആൻഡ് വിശാൽ. വിൻസ്റ്റന്റെ BF ആണ് ജീവൻ ശങ്കർ. BF ഒക്കെ മാറി ഫിയാൻസി ആയിട്ട് 2 മാസമായി. അതെങ്ങനെ ഭർത്താവിന്റെ അടുത്തുനിന്ന് കണ്ണൊന്നും മാറണ്ടേ? ഓഹ്, ശരി ശരി. ഓൾസോ ബേബി, ദിസ് ഈസ് അവർ ലിറ്റിൽ സിസ്റ്റർ ജെനി. ഹായ്, ഐ ആം ജെനി. ആൻഡ് ചേട്ടന് ഈ ഡ്രസ് നല്ലോണം ചേരുന്നുണ്ട്. ആൻഡ് ഇതാര് ചേട്ടാ? പുതിയ ഫ്രണ്ട് ആണോ? No, he's my dear husband, Jitin Krishna Vamshi. ഹസ്ബൻഡോ? നമ്മൾ പക്ഷെ നമ്മൾ തന്നെ അറിയാതെ മൂന്നാഴ്ച ഈ കേട്ടിട്ടില്ലേ സീക്രട്ട് ഹസ്ബൻഡ്? അത് തന്നെ. ഓ, നൈസ് ടു മീറ്റ് യു ജിതിൻ ചേട്ടാ. ജസ്റ്റ് കോൾ മീ ജെകെ. കൂടുതൽ ഫോർമാലിറ്റീസ് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ശരി. എല്ലാവരും വാ, നമുക്ക് പിക്ക് എടുക്കാലോ. വിസ്റ്റും ഷിച്ചിയും ജിച്ചേട്ടനും വാ. ഇവളെന്താ ഇവരെ ഇങ്ങനെയൊക്കെ വിളിക്കണേ? അതിന് അഡോപ്റ്റഡ് സിസ്റ്റർ ആവാൻ നിനക്കൊട്ടും ഇവരുടെ കോണ്ടെക്സ്റ്റ് അറിയില്ല അല്ലേ? ഞാൻ പറഞ്ഞുതരാം. പണ്ട് തേജും ഇവരും ഒക്കെ മിൽജയിലായിരുന്നു. ആ കാലത്ത് എന്തോ സംഭവിച്ചു. ലൈക്ക് ഐ ഗെസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് വാർ ഓർ സംതിങ്. അന്നേരം ജെന്നിയുടെ പപ്പ കാരണമാണ് ഇവരുടെ 4 പേരും ഏതോ വലിയ ത്രറ്റിൽ നിന്ന് രക്ഷപ്പെട്ട്. പക്ഷേ ജെന്നിയുടെ പപ്പ അവിടുന്ന് തന്നെ പോയി. സോ അവരുടെ കടമ എന്ന രീതിയില് ജെന്നി അവരവരുടെ വളർത്ത സഹോദരിയാക്കി. ഓ, അങ്ങനെയാണെന്നേ. പക്ഷെ ജിത്തു, ഒരു കാര്യമുണ്ട്. അവൾക്ക് ഇവൾ സഹോദരിയായിരിക്കും, പക്ഷെ അവൾക്ക് ഇവർ അങ്ങനെയല്ല. അവൾ ഇവരെ പുരുഷന്മാരെ തന്നെയാണ് കാണുന്നത്. എന്നുവെച്ചാൽ ജിത്തു, നീ റിലേഷൻഷിപ്പിൽ നിന്ന് കൈയൊഴിയരുത്. ഇനി നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഇതിൽ കാരണം വരും. പക്ഷെ അതൊന്നും അവരുടെ തെറ്റല്ല. നീ അത് മനസ്സിലാക്കണം. ഇനി ജീവിതം സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവൂ. ചെന്നി ഷിച്ചിയുടെ കാര്യം ഇവളെനിക്കൊരു പണിയാകോ? അവൻ്റെ ആട്ടെ, എനിക്കെന്തോ. ഇയാൾ ആരും വേണേ കൊണ്ടോട്ടെ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ് വിത്ത് ദ സീക്രട്ട് ഹസ്ബൻഡ് എപ്പിസോഡ് 13 ആണ് 14 ഐ ഗെസ്. ഞാനത് ക്യാപ്ഷൻ ഇടുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിവേസ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൽ ജെന്നിയുടെ ക്യാരക്ടർ
ഒക്കെ വന്നിട്ടുണ്ട്. അത് എന്താണ് സീക്രട്ട് ഹസ്ബൻഡ് എന്നുള്ളൊരു ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ മേഗൻ ലൂ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇവിടെ ഞാൻ ജെന്നിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ക്യാരക്ടേഴ്സൊക്കെ ആ ബുക്കിൻ്റെ പ്ലോട്ട് അനുസരിച്ച് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ക്ഷമിക്കണം, ഞാൻ ഹോസ്റ്റലാണുള്ളത്. സോ ക്യാരക്ടേഴ്സൊക്കെ സീക്രട്ട് ഹസ്ബൻഡിലുള്ള ക്യാരക്ടേഴ്സാണ്. എല്ലാം പച്ചക്കുപ്പിയായിട്ട് ഇനി വരാൻ പോകുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് ഓൾറെഡി ഞാൻ എഴുതി വെച്ച് പോയി. സോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി പ്ലോട്ടായിരിക്കും ഇനി ഉണ്ടാവാം. മേഗൻ ലൂ അല്ല, ഇവിടെ ജെന്നിയായിട്ട് തന്നെയാണ് വരുന്നത്. മേഗൻ ലൂവിൻ്റെ എവിടെയെങ്കിലും സ്വഭാവ സാദൃശ്യം ഉണ്ടാവും, ബട്ട് ഫുള്ളി ഉണ്ടാകത്തില്ല. ബട്ട് സ്റ്റിൽ ആൻഡ് ഓൾസോ എന്താണ് വേറെ കുറേ ക്യാരക്ടേഴ്സ്, പിന്നെ മാഫിയ പ്ലോട്ടൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല ഇവിടെ, കാരണം കഥ ഞാൻ കോംപ്ലക്സ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് മാഫിയ പ്ലോട്ടെല്ലാം കൊണ്ടുവന്നാൽ പിന്നെ മറ്റേ കഥയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല, വെറുതെ എന്തിനാ. സോ അപ്പം ഇനിയായിരിക്കും കഥക്കൊരു ചേഞ്ച് വരുന്നുണ്ടാവുക. ഇത്ര വരെയുള്ളത് ഏകദേശം സ്റ്റോറിയിലുള്ള പോലെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം പക്ഷേ സീൻസൊക്കെ കണ്ടാൽ മനസ്സിലാവും, സ്റ്റോറിയിലില്ലാത്ത സീൻസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ പാർട്ടിയിലുള്ള സീനാണ് പിന്നെയും സംവാട്ട് സിമിലറാണതും. ഓക്കെ, അതും സംവാട്ട് സിമിലറാണ്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ പാർട്ടി. അതെന്താണെന്ന് ഞാൻ പറയാം, അത് വഴിയെ എപ്പിസോഡ് വരുമ്പോൾ മനസ്സിലാവും. പിന്നെ ലേറ്റാണെന്നറിയാം, ഈ ഒരു മാസം എടുത്തത് ഇത്രയും ചെറിയൊരു സാധനം ഇടാൻ വേണ്ടിയിട്ടാണോ? അല്ല, എനിക്ക് നല്ല പനിയായിരുന്നു. പനി പിടിച്ച് എൻ്റെ അവസ്ഥാന്തരമായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. പിന്നെ എന്താ ഇൻറ്റേർണൽസ് ആയിരുന്നു, കോളേജിൽ ടെക് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരക്കിലായിരുന്നു, എനിക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ടൈം കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഓൾസോ വോയിസ് കുറച്ച് ഡിഫറൻസ് തോന്നും, കാരണം എനിക്ക് സുഖമില്ല, എൻ്റെ ഒച്ചയൊക്കെ പോയി, കുറേ കൂറി കൂവി വിളിച്ചു, എൻ്റെ ഒച്ചയൊക്കെ ടാറ്റ പറഞ്ഞ് പോയിട്ടുണ്ട്. സോ ജിത്തുവിനൊക്കെ എന്താണ് പൊതുവെയുള്ള ഒരു കിരികിരിപ്പ് വോയിസിനേക്കാളും കുറച്ച് ഡീപ്പ് വോയിസൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. ഇടയ്ക്ക് ശ്വാസം മാത്രമേ വരണുള്ളൂ, ഒച്ച വരണില്ല, അങ്ങനത്തെയൊക്കെ ഒരു ഇഷ്യൂ എല്ലാം വരുന്നുണ്ട്. പിന്നെ എഡിറ്റിംഗ് ഞാൻ ടൈം എടുത്തതിൻ്റെ റീസൺ ക്ലിപ്സ്, നിങ്ങളിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ നല്ല രീതിക്ക് വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ആഡ് ചെയ്യുന്നില്ലേ? ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരല്ല ഞാൻ. ഓക്കെ, അവരല്ല ഞാൻ ഈ ഫീൽഡിൽ പുതിയതായിട്ടാണ് വന്നിട്ടുള്ളത്. സോ പുതിയത് മീൻസ് ഉണ്ട്, ഇല്ലയെന്നല്ല, എന്നാലും പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാനെന്ത് പഠിക്കട്ടെ, ഞാൻ മര്യാദക്കൊന്നും ഇതാവട്ടെ. എനിക്ക് ഇത്രയൊക്കെ ഫാസ്റ്റായിട്ട് ഞാൻ വേറെ കുറേ ചാനൽസ് ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ, 2 ആഴ്ചയിലൊരിക്കൽ അങ്ങനെയൊക്കെ ഇടുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആവത്തില്ല, എനിക്ക് പണിയാണ്. ലൈക്ക് ഞാനൊരു സൈഡ് ബിസിനസ് ആയിട്ടാണ് എനിക്ക് കുന്ത്രണം ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പ്രോബ്ലവും ഉണ്ട്. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു, നിങ്ങളെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ വേണേൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാം. ഹെയ്റ്റ് ഞാൻ അനുവദിക്കുന്നതല്ല, ഞാൻ ഡിലീറ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ ഡിലീറ്റ് ചെയ്യും. വെറുതെ കമൻറ്റ് എഴുതി സമയം കളയാതെ, ഹെയ്റ്റ് കമൻറ്റ് എഴുതി സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും. കാണാൻ താല്പര്യപ്പെടേണ്ട. ഓക്കെ, ആൻഡ് ഓൾസോ വേറെ എന്താ പറയാനുണ്ട്? അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വിശേഷങ്ങൾ പറഞ്ഞു, എന്താ കാരണം എന്നൊക്കെ പറഞ്ഞു. ഇനി സീക്രട്ട് ഹസ്ബൻഡ് ഒരു 5-6 എപ്പിസോഡ് മിനിമം, എന്തായാലും 5-4 എപ്പിസോഡുകൊണ്ട് ഞാൻ തീർക്കും. മാക്സിമം എത്ര പോകുമെന്ന് എനിക്കറിയില്ല. സ്റ്റോറി നല്ല രീതിക്ക് മാറ്റാൻ പ്ലാനുണ്ട്, അതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ, അപ്പം എൻഡ് ഓഫ് ദി യാപ്പിംഗ് സെഷൻ. എത്രയോ നേരമായി ഞാൻ യാപ്പ് ചെയ്യുന്നു. സോ മനസ്സിലെന്ന് വിചാരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് കമൻസൊക്കെ ഇഷ്ടമാണ്, മോട്ടിവേഷൻ. പിന്നെ ഇഷ്ദേവീറും കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ പോട്ടെ, ബൈ.